കെ സുധാകരന്റെ ഒരു ചോദ്യം. ആ ചോദ്യത്തിലുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് എന്ന്. KPCCയുടെ മുൻ പ്രസിഡന്റ് കെ സുധാകരൻ ചോദിച്ച ഒരു ചോദ്യം. ആ ചോദ്യത്തിലുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം. AICC വിളിച്ചു ചേർത്ത കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ യോഗത്തിലാണ് കെ സുധാകരൻ VD സതീശന്റെ ചങ്ക് തകർക്കുന്ന ചോദ്യം ചോദിച്ചത്. എന്തായിരുന്നു VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്? നേരത്തെ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ VD സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കെ സുധാകരനെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കെ സുധാകരനാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കോൺഗ്രസിനകത്ത്. കെ സുധാകരനെ മാറ്റിയേ തീരൂ. ഇതാണ് VD സതീശൻ പറഞ്ഞതും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതും. അപ്പോൾ കെ സുധാകരൻ പറഞ്ഞ മറുപടി ഉണ്ട്, അന്ന് പറഞ്ഞ മറുപടി. കെ സുധാകരനോടൊപ്പം തന്നെയാണ് VD സതീശനും വന്നത്. എന്ന് വെച്ചാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായതും കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയതും ഒരേ സമയത്താണ്. അതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ KPCC പ്രസിഡന്റ് മാത്രം മാറിയാൽ പോരാ, പ്രതിപക്ഷ നേതാവും മാറണം. ഈ ആവശ്യം കെ സുധാകരൻ മുന്നോട്ട് വെക്കുകയും കെ സുധാകരന്റെ അണികൾ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് അത് അനുവദിച്ചില്ല. കെ സുധാകരനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർന്നോ? തീർന്നില്ല. പ്രശ്നം കൂടുതൽ രൂക്ഷമാകുകയാണ് ചെയ്തത്. കെ സുധാകരന്റെ കാലത്ത് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു കെ സുധാകരന്. പക്ഷെ കെ സുധാകരൻ നിലപാട് പറയും, പരസ്യമായി പറയും, ആരുടെയും മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അത് കേരളത്തിലെ കോൺഗ്രസിൽ പ്രത്യേകിച്ച് അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ അടിത്തറ ഒന്ന് ശക്തിപ്പെടുത്താൻ കെ സുധാകരൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ CUC പ്രയോഗമുണ്ട്. അതോടൊപ്പം തന്നെ സെമി കേഡർ സിസ്റ്റം കോൺഗ്രസിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞതൊക്കെ അണികളിൽ വലിയ ആവേശമുണ്ടാക്കുകയും അതനുസരിച്ച് കോൺഗ്രസിന്റെ അടിത്തറയിൽ മാറ്റം വരാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CUC പൊളിഞ്ഞു. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ 50 വീടുകൾക്ക് ഒരു CUC കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് കെ സുധാകരൻ പ്രഖ്യാപിച്ചത്. ആഘോഷപൂർവ്വം പാലക്കാട് ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. കെ സുധാകരൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിൽ പ്രാമുഖ്യം നേടുന്നു എന്ന തോന്നൽ വന്നതോടുകൂടി കെ സുധാകരന്റെ കാല് പിടിച്ച് താഴോട്ട് വലിക്കാൻ തുടങ്ങി VD സതീശൻ. അതോടുകൂടിയാണ് കേരളത്തിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കെ സുധാകരൻ വിഭാഗവും VD സതീശൻ വിഭാഗവും എന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഭിന്നത രൂപപ്പെട്ടു. VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് യുവ നിര രംഗത്ത് വരികയും ചെയ്തു. ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ എല്ലാം ഒരു പരിസമാപ്തി ആയിട്ടായിരുന്നു കെ സുധാകരനെ മാറ്റിയത്. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി. അതോടുകൂടി പ്രശ്നം തീർന്നില്ല, പ്രശ്നം കൂടുതൽ രൂക്ഷമാകുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വന്നു. കെ സുധാകരന്റെ കാലത്ത് ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വന്നിരുന്നില്ല. ഇപ്പോഴിതാ ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വന്നു. ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളുടെ യോഗം വിളിച്ചു. പങ്കെടുത്തത് മല്ലികാർജുന ഖാർഗെ, അതേപോലെ രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. അവിടെ കെ സുധാകരൻ ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാറിയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പ്രശ്നം തീർന്നില്ലല്ലോ. പ്രശ്നം തീരാത്തത് കൊണ്ടാണല്ലോ ഇവിടെ യോഗം വിളിച്ചത്. അപ്പോൾ ഞാനല്ല പ്രശ്നക്കാരൻ എന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന്. ആരാണ് പ്രശ്നക്കാരൻ എന്ന് കെ സുധാകരൻ പറഞ്ഞില്ല, പരസ്യമായി പേര് പറഞ്ഞില്ല. പക്ഷേ ആ ചോദ്യത്തിലുണ്ട് എല്ലാ ഉത്തരവും. എന്നെ പ്രശ്നക്കാരനായി ചിത്രീകരിച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ VD സതീശൻ അവിടെ ഇരിക്കുന്നുണ്ട്. VD സതീശന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്, ഞാൻ പോയാൽ പ്രശ്നം തീരും എന്ന് പറഞ്ഞിരുന്നല്ലോ, പ്രശ്നം തീർന്നില്ലല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ ഞാനല്ല പ്രശ്നക്കാരനെന്ന്. അപ്പോൾ ആരാണ് പ്രശ്നക്കാരൻ? ഹൈക്കമാൻഡിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു പ്രശ്നക്കാരൻ VD സതീശനാണ് എന്ന്. VD സതീശൻ KPCC ഓഫീസിലേക്ക് കയറാറില്ല, ഒരു യോഗത്തിനും പോകാറില്ല, KPCC വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. ആലോചിച്ചു നോക്കണം. കോൺഗ്രസിന്റെ പ്രസിഡന്റ്, KPCCയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ പോലും ഒരു യോഗത്തിൽ പങ്കെടുക്കില്ല VD സതീശൻ. എന്ന് വെച്ചാൽ ഞാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ KPCCക്ക് മുകളിലാണ് എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് VD സതീശൻ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതും. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ചോദിച്ചതും. ആ ചോദ്യം VD സതീശന്റെ ചങ്ക് തകർക്കുന്ന ചോദ്യമാണ് എന്ന്
പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം എന്താണ് എന്നതിനുള്ള ഉത്തരം കൂടിയായിരുന്നു കെ സുധാകരന്റെ ചോദ്യം. ഇന്നത്തെ മാധ്യമങ്ങളിൽ എല്ലാം AICC യോഗത്തിൽ കെ സുധാകരൻ പറഞ്ഞത് അതുപോലെ അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഏതായാലും കെ സുധാകരന്റെ വാക്കുകൾ അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത്. പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ, കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ആര് എന്നത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് തൊട്ട് കാണിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതാണ് കെ സുധാകരന്റെ ചോദ്യത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം.